എൻ്റെ ചെടികൾ പെട്ടെന്ന് തന്നെ വളരാനും അതുപോലെ നല്ല വിളവ് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കരിയില കമ്പോസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നല്ല പുട്ടുപൊടി പോലെ പൊടിയുന്ന അടിപൊളി കമ്പോസ്റ്റാണ് ഇത്. നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ടെറസിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ ബോഡിയാണിത്. അപ്പോൾ നമ്മുടെ ടെറസ് ആകെ പരന്നെടുക്കുകയാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു 4 ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം താഴെ കിടക്കുന്നുണ്ട്, അങ്ങോട്ട് മേളിലേക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ചാക്കിലാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഫ്രിഡ്ജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് മേടിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നല്ല എന്താ പറയുക ഫ്രൂട്ട്സ് പോലത്തെ തൈകളുണ്ടല്ലോ, അതായത് മൾബറി, അതുപോലെ സക്കുപ്പഴം, സീതപ്പഴം, അതുപോലെ അങ്ങനത്തെ നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വലിയ ഫ്രിഡ്ജ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഫ്രൂട്ട്സ് വെക്കാനല്ല, അതിൻ്റെ തൈകൾ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ നമ്മുടെ റോഡ് വൃത്തിയാക്കിയപ്പോൾ ഒരു 3 ചാക്ക് പുല്ല് അവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാശ് കൊടുക്കാണ്ട് എന്നിട്ട് അതൊക്കെ മേടിക്കുന്നത്. ആക്രിക്കാരെന്നായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിന് പകരമുള്ള നമ്മുടെ വീട്ടിൽ വേറെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് മേടിക്കും. അതുപോലെ കടയിൽ നിന്ന് വേസ്റ്റ് മേടിക്കുന്നത് അങ്ങോട്ട് പേപ്പറൊക്കെ കൊടുത്തിട്ട് അത് മേടിക്കും. കാശലവില്ലാത്തതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കമ്പോസ്റ്റ് ഇട്ട്. അപ്പോൾ ഈ പുല്ല് കിട്ടിയത് നമ്മുടെ റോഡ് വൃത്തിയാക്കുന്ന സമയത്ത് അവിടെയുള്ള ചേച്ചിമാരോട് പറഞ്ഞിട്ട് അവർ ആ പുല്ലെല്ലാം ചാക്കിൽ നിറച്ച് തന്നതാണ്. അപ്പോൾ ഓരോ ചാക്കിൽ നമ്മൾ ഹോളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ക്യാബേജ് നട്ടിട്ടുണ്ടായി. അപ്പോൾ അത് ഫെയിലായി. പക്ഷെ ഞാൻ ആ ചാക്കിൽ എന്താ നട്ടത്, മധുരക്കിഴങ്ങ് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ക്യാബേജ് വേറെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പോസ്റ്റ് ഞാനിതിലേക്ക് കൊട്ടാണ്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നോക്കി അതിൻ്റെ അടിവശം നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, അടിവശം. പിന്നെ ഉള്ളിലുള്ള ഇലകളൊക്കെ പൊടിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ടൈം ആയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലിട്ട് കൊടുത്ത ചകിരിയാണ്. ചകിരി അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചാക്കിൽ നിറക്കുകയാണെങ്കിൽ ഇത് കരിയില തന്നെ മാത്രം നിറച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഈ പാത്രത്തിലായതുകൊണ്ടാണ് ഞാൻ അടിയിൽ ചകിരിയില്ല അതിട്ട് കൊടുത്തത്. പിന്നെ പുല്ലുണ്ടായതുകൊണ്ട് പുല്ലിട്ട് കൊടുത്തു. പിന്നെ കരിയില അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഈ കരിയില നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസത്തോളം നമ്മുടെ കരിയില പൊടിയാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ഒരു 6 മാസമൊക്കെ ആണെങ്കിൽ നല്ല പൊടിഞ്ഞ് നല്ല ഇങ്ങനെ പൊടി പോലെ പൊടിഞ്ഞിട്ടു കേട്ടോ. അത് ഞാനിതിൽ കാണിച്ചു തരാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വേറെ കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പരത്തിയിടണേ. അപ്പോൾ നമ്മുടെ ചാക്കിലാണെന്ന് വെച്ചെങ്കിൽ പരത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ചാക്കിലുണ്ടാക്കാം. അല്ല നമുക്ക് കുറച്ചാണ് ആവശ്യമുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽസോ അതിലാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. സെറ്റ് ചെയ്തിട്ട് ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി. അപ്പോൾ കരിയില ഇട്ടു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കടലാസാണ് കേട്ടോ. കടലാസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബോക്സ് ഉണ്ടാവില്ലേ, കടലാസ് ബോക്സുകൾ, അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ ഇവിടെയൊക്കെ കിടന്ന് നമ്മൾ അല്ലെങ്കിൽ വേസ്റ്റുകാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അവിടെ കിടന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിത് കത്തിച്ച് കളയണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കാം കേട്ടോ. ഇത് നമ്മുടെ സോളാറിൻ്റെ പണിക്ക് വന്നപ്പോൾ അതിൽ ഈ മുട്ടയുടെ ട്രേ ഉണ്ടാവില്ലേ, കടയിലൊക്കെ ഉണ്ടാവണേ, അങ്ങനത്തെ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. മുട്ടയൊക്കെ വെക്കാൻ കടകളിലൊക്കെ ഉണ്ടാവും മുട്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ. അതേപോലത്തെ ഒരു തരം ആണിത്, നനഞ്ഞങ്ങനെ കുതിരണത്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോൾ അവിടെ കിടന്നിട്ട് അഴുകണ്ട, ഇതിൽ കമ്പോസ്റ്റ് ആക്കാം. നമുക്ക് പേപ്പറിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലും മതി. നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന പേപ്പറിൻ്റെ കഷ്ണങ്ങൾ അത് ഇട്ട് കൊടുത്താലും മതി. പേപ്പർ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ള് അതിൽ പൊടിച്ചിട്ട്, പിന്നെ നമുക്ക് കടയിൽ നിന്ന് ഇഷ്ടം പോലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതൊക്കെ വാടിയതാണ്. നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് ഇങ്ങനെ കുറേ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ ആ കടക്കാരൻ മുതലാവണുണ്ടാണാവും.
അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേപ്പറാണ് കേട്ടോ. നമ്മുടെ ന്യൂസ് പേപ്പർ കടയിൽ പൊതിയാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് ഈ പച്ചക്കറിയൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഫ്രീ ആയിട്ട് തരും. ഞാൻ ഫ്രീ അല്ല, പകരത്തിന് ഞാൻ നമ്മുടെ വീട്ടിലെ പേപ്പർ കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പേപ്പറിന് കാശ് തന്നിരുന്നു, ഇപ്പം ഞാൻ കാശ് മേടിക്കലില്ല. അപ്പോൾ ഇതിലിതാ നമ്മുടെ പഴത്തിൻ്റെ കൊലയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കയറാണ് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ കൊലയുടെ തൂക്കിയിരുന്ന ആ കയറില്ലേ, അത് നല്ല ബലമുള്ള കയറാണ്. അപ്പോൾ ഇതിന് പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കുറേ ദിവസമായാലും ഇവിടെ ടെറസിൽ പണി നടക്കണ്. ഒരു 5 ദിവസത്തെ പണി ഉണ്ടായിരുന്നു സോളാറിൻ്റെ. അപ്പോൾ അത്രയും ദിവസത്തെ വേസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂപ്പൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് ടെറസ് വൃത്തിയാക്കണതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, ഈ കമ്പോസ്റ്റ്. അപ്പോൾ അതാണ് എല്ലാ ചാക്കിൽ നിറച്ച കമ്പോസ്റ്റും ഞാൻ ഇതിലേക്ക് കൊട്ടിയത്. വലിയൊരു പാത്രത്തിലാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കാറ്. അപ്പോൾ വഴുതനങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവരുന്ന വഴുതനങ്ങ ഞാൻ മുളപ്പിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തക്കാളി തൈകളൊക്കെ എനിക്കിങ്ങനെ കൊണ്ടുവരുന്നതെന്നാണ് മുളച്ച് കിട്ടാറുള്ളത്. അപ്പോൾ ഒരു 3-4 തക്കാളിയോളം ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് മുളപ്പിച്ചെടുക്കണം. അപ്പം ഞാനത് മാറ്റി വെച്ചു. പിന്നെ വഴുതനങ്ങ ഇതിലിട്ടാലും മുളച്ച് വരും കേട്ടോ. അത് ഒരു ടൈം ആകുമ്പോൾ ഈ കമ്പോസ്റ്റിൽ നമുക്ക് മുളച്ച് വരും. അതുപോലെ ഒരുപാട് പച്ചമുളകുണ്ട്. പിന്നെ ഈ വാഴൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ അതോട് മാറ്റിച്ചിട്ട് അതെനിക്ക് ചാക്കിൽ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ അടിയിൽ ബേസായിട്ട് ഇടാനാണ്. ആ ഗ്രോ ബാഗിൻ്റെ അടിഭാഗം ഒന്ന് നല്ല കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിട്ട് കൊടുക്കും. അത് നല്ല ഉപകാരമാണ് കേട്ടോ ഈ വാഴൻ്റെ ഈ സംഭവം. ഇപ്പോൾ നല്ല വഴുതനങ്ങകളൊക്കെ എന്ത് വലിയ വഴുതനങ്ങയൊക്കെയാണ് ഇത്. കടക്കാരന് എങ്ങനെ മുതലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. സാധാരണ ഒരു കടയാണ് നമ്മുടെ വീടിന് മുന്നിലുള്ളത്. നമ്മുടെ കട ഒന്നല്ല, വേറെ ആളുടെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടും പ്ലാസ്റ്റിക് പെടണ്ട കേട്ടോ. നമ്മളിത് ഇടുന്ന സമയത്ത് നമ്മൾക്കിത് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയാണ്. അതുപോലെ പുറത്തുനിന്ന് അടിച്ച് വാരിക്കൊണ്ട് തന്ന ചവറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക്കിൻ്റെ മിഠായിയുടെ കടലാസുകൾ, അതുപോലെ ഇതിലിപ്പോൾ സോഡ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടായിരുന്നു ഈ കടയിലത്തെ വേസ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അതിൽ നിന്നെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സംഭവങ്ങളും എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒഴിക്കാൻ പോകുന്ന നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴുള്ള ഫ്രൂട്ട്സുള്ള തൊലികളൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ 2 ദിവസത്തെ 3 ദിവസത്തെ ഉണ്ട്. ചക്രമത്തൻ്റെ തൊലി, പിന്നെ നാരങ്ങൻ്റെ തൊലി, അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ ആപ്പിളിൻ്റെ തൊലി എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആ പുളിച്ച കഞ്ഞിവെള്ളം കൂടിയും അതിൻ്റെ മേലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ കഞ്ഞിവെള്ളം ഈ പ്രാവശ്യം മാത്രമല്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം ഇനിയും ഇതിനൊഴിച്ചു കൊടുക്കട്ടെ. ഇത് നമ്മൾ എത്രത്തോളം ഇത് നമ്മളിങ്ങനെ സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ ഇതേപോലെ ഇത് തുറന്നിട്ട് ഇതിലിങ്ങനെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിപ്പോൾ ചാക്കിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുളിച്ചിട്ടല്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പോസ്റ്റ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറികൾക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുന്നതാണ് തൈകൾക്കൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ കമ്പോസ്റ്റിലും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കരിയില അടിച്ചു കൂട്ടിയതുണ്ടായിരുന്നു ചാക്കിൽ. അപ്പം ഞാൻ അതിൻ്റെ മേലെ വീണ്ടും കരിയില ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൽ നിറച്ച് മുള്ളൊക്കെ ഉണ്ട്. നമ്മുടെ ബോഗൺവില്ലൻ്റെ പിന്നെ കമ്പ് വെട്ടിയതിൻ്റെ ഒക്കെ നിറച്ച് വെച്ചതായിരുന്നു നമുക്ക് ചെടി നടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ മുള്ളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം അങ്ങനെ ചാക്കിലിങ്ങനെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അടിഭാഗത്ത് നല്ല കറുത്തിട്ട് ഇതാണ്ടില്ലേ, നല്ല അങ്ങനെ പൊട്ടിയായിട്ട് കമ്പോസ്റ്റായി വരുന്നുണ്ട്. പക്ഷെ മേൽഭാഗം അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചാക്കിലാക്കുമ്പോഴും ഇതിലാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ആ ഒരു കറക്റ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മൾ എത്രത്തോളം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേഗം കമ്പോസ്റ്റ് സെറ്റായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എനിക്കത് അവിടെ വെക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഒരു 6 മാസം കഴിയണം അത് സെറ്റാവണമെങ്കിൽ. അപ്പോൾ ഇത് വെയിലത്തിരുന്നാലും കുഴപ്പമില്ല, തണലത്തിരുന്നാലും കുഴപ്പമില്ല. പിന്നെ എലിയും ഒന്നും വന്ന് മാന്താതിരിക്കാൻ വേണ്ടിയിട്ട് മൂടിയിടാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിലൊരു എന്തെങ്കിലും ഒരു തൈ നട്ടാലും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിലൊരു ഓമൻ്റെ തൈ വെച്ച് കൊടുക്കാതെ. ഇതിൻ്റെ ഒരു ഓമത്തൈ വെറുതെ വെച്ച് കൊടുക്കാം, നോക്കാമല്ലോ വളരുമെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ ആദ്യം ചകിരി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ മെത്തേഡ് തന്നെയാണ് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ചുമന്ന മണ്ണാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കണം.
അപ്പോൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒക്കെ കറക്റ്റായി സെറ്റായിട്ട് വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഈ മണ്ണ് ഇട്ടില്ലെങ്കിലും കരിയില പൊടിഞ്ഞ് നല്ലോണം കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി, കരിയില പൊടിഞ്ഞ് കിട്ടും. പിന്നെ ചാണകം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചാണകം പുളിപ്പിച്ച് ഒഴിക്കലാണ് കമ്പോസ്റ്റിൻ്റെ ആ ഒരു രീതി. പക്ഷേ കഞ്ഞിവെള്ളം ഒഴിച്ചാലും അടിപൊളിയാണ്. നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചാണകത്തിൻ്റെ അതേ ഗുണം തന്നെ കഞ്ഞിവെള്ളത്തിനും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഇതിനെല്ലാത്തിനും തെളിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ചാക്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജ് കിട്ടിയ കാരണം കുറച്ച് കൂടുതൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ ഇതിലൊരു ഓമത്തൈ വെച്ച് കൊടുക്കുക. ഓമയുടെ കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. പപ്പായല്ലേ, പപ്പായൻ്റെ കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലൊരെണ്ണം വെച്ച് കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ വെക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് എടുക്കും. ഒരു കമ്പോസ്റ്റ് ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ പച്ചക്കറികൾക്ക് വേണമല്ലോ, ഇഷ്ടം പോലെ കമ്പോസ്റ്റ് വേണം. എന്തായാലും നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലോ, അപ്പോൾ കമ്പോസ്റ്റ് മസ്റ്റാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെന്നുള്ള വലിയ പാത്രത്തിൽ. അപ്പം ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വലിയ തറൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാരണമാണ് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്ത്. പിന്നെ നമ്മൾ ഏതൊരു തൈ ഒരു ചാക്ക് കൊടുന്ന് മാറ്റിയപ്പോൾ അതിൽ 2 മുളകും തൈ നിന്നിരുന്നു, ആ ഉണങ്ങിയത്. അപ്പം ഞാനത് അതിൽ കൊടുന്ന് വെച്ചു. അത് ഉണ്ടാവുമെന്നില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചാക്കിലുണ്ടാക്കിയ കമ്പോസ്റ്റാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ മേലെ ഞാനൊരു കവറിട്ട് മൂടിയിടും, എന്നിട്ട് എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കും. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം ഞാൻ കമ്പോസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചാക്ക് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ എൻ്റെ കമ്പോസ്റ്റ് കുറേ എല്ലാം ഉണങ്ങാൻ ഇനിയുണ്ട്. അപ്പോൾ സെറ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കൽ തുടങ്ങിയിട്ട് നമ്മുടെ ചെടികൾ നടുമ്പോൾ ഞാൻ കമ്പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്